ഇന്ന് നമ്മുടെ വികാരിച്ച് ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ക്രൂശിൽ മരിച്ചതിന്റെ സന്തോഷമല്ല, മറിച്ച് പ്രളയം ഇടവകയിലെ 90% ആൾക്കാർ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതുള്ള സന്തോഷമാണ്. നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ചയാണ് നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ ഇടവകയിലെ ദൈവജനത്തെ ഏറ്റവും കൂടുതലായി കാണാനായിട്ട് സാധിക്കും. എല്ലാവരും ഒരു മുടക്കവും കൂടാതെ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിനമാണ് ദുഃഖവെള്ളി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ചതിന്റെ ഓർമ്മ ആചരിക്കുമ്പോഴും ആ പീഡാസഹനത്തിന് പങ്കുചേരുവാനും അതിന്റെ അനുസ്മരണത്തിന് പങ്കുചേരുവാനും ഒക്കെയായിട്ട് നാം ഒത്തിരി താല്പര്യത്തോടുകൂടി ഈ ദേവാലയത്തിലേക്ക് കടന്നു. വർഷത്തില് ഒരു ദിവസം മാത്രമാണ് നാം ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. ആ ദിവസം മാത്രമാണ് ഈ ദേവാലയത്തില് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. പക്ഷേ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ആദ്യ ബലി, തന്റെ ഏകബലി, തന്റെ അന്ത്യബലി ആ കാൽവരിയിൽ അർപ്പിച്ചതിന്റെ ഓർമ്മയാണ് നാം ഇന്ന് കൊണ്ടാടുന്നത്. ബാക്കി 364 ദിവസവും ഈ അൽത്താരയില് വിശുദ്ധ ബലിയിൽ നാം പങ്കുചേരുമ്പോൾ, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ കർത്താവ് എപ്രകാരം കാൽവരി മലയിൽ തന്റെ ആദ്യ ബലി, തന്റെ ഏകബലി, തന്റെ അന്ത്യബലി അർപ്പിച്ചുവോ അതേ ബലി തന്നെയാണ് അനുദിനവും ഈ ദേവാലയത്തിൽ ഈ അൽത്താരയിൽ കർത്താവ് അർപ്പിക്കുന്നത്. അതേ തീഷ്ണതയോടുകൂടി, അതേ വിശുദ്ധിയോടുകൂടി, അതേ ദൈവത്വത്തോടുകൂടി തന്നെയാണ് കർത്താവ് എന്നും ഈ ദേവാലയത്തിൽ ഈ അൽത്താരയിൽ ബലിയായി നമുക്ക് വേണ്ടി അർപ്പിക്കുന്നത്. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച മാത്രം അല്ല കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ നാം ആചരിക്കുന്നത്, മറിച്ച് അനുദിനവും ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ കർത്താവിന്റെ പീഡാസഹനങ്ങളെ നമ്മുടെ ധ്യാന വിഷയമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ വളരെ ഇടവകയിലെ എന്നല്ല എല്ലാ ദേവാലയങ്ങളിലെയും ദൈവജനങ്ങള് ദുഃഖവെള്ളിയാഴ്ച വിശ്വതയോടുകൂടി തന്നെ സാധിക്കുന്നതോളം വിശുദ്ധ ബലിയിൽ പങ്കുചേരാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് നമ്മുടെ വികാരിച്ചത് നമ്മുടെ ഇടവകയെ കുറിച്ച് അഭിമാനം തോന്നിയതുപോലെ എല്ലാ ദിനവും അഭിമാനം തോന്നാനായിട്ട് നമുക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പരിശ്രമിക്കും. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഒരു പ്രത്യേകതയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് മരിച്ചത് ഏപ്രിൽ 3, AD 33. ഇന്ന് ഏപ്രിൽ 3. അതുകൊണ്ട് വളരെ അപൂർവമായിട്ട് കടന്നു വരുന്ന ഒരു ദിനമാണ് ഏപ്രിൽ 3 തന്നെ ദുഃഖവെള്ളിയാഴ്ചയായിട്ട്. നമ്മൾ ദൈവത്തിന് ഒരുപാട് വിശേഷങ്ങൾ കൊടുക്കാറുണ്ട്. അതിൽ കൂടുതലും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും ആഘോഷിക്കാനായിട്ട് സാധിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഒരിക്കലും കർത്താവിന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു വിശേഷമാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. തോറ്റു കിടക്കുന്ന ദൈവം, മരിച്ചു കിടക്കുന്ന ദൈവം, ദൈവജനത്തിന് വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി തോറ്റു കൊടുത്ത ഒരു ദൈവമാണ് നമുക്ക്. മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവത്തെയാണ് കുരിശിൽ. ആ സ്നേഹമുള്ള ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് സ്നേഹപൂർവ്വം നമ്മുടെ ആത്മാവും ശരീരവും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിനക്ക് വേണ്ടി തോറ്റുകൊടുത്ത, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവമാണ് എന്റെ മുമ്പിലുള്ളത്. നീയും അനുദിന ജീവിതത്തില് ദൈവജനത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി തോറ്റുകൊടുക്കാനായിട്ട് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സഹനങ്ങളുണ്ട്. പക്ഷെ കുരിശിലേക്ക് നോക്കുമ്പോൾ ആ സഹനങ്ങളൊക്കെ വളരെ ചെറുതായി തീരുകയാണ്.
നമ്മുടെ കുടുംബത്തിന് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ, ഭാര്യ ഭർത്താവിന് വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ, മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ, സന്യാസ ഭവനങ്ങളിലും വൈദിക ആശ്രമങ്ങളിലുമെല്ലാം പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ ആ കർത്താവിന്റെ വികാസത്തിന് നാം പങ്കുചേരുകയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എഴുതിയ ഒരു പാട്ടാണ് ദുഃഖത്തിന്റെ പാഠഭാഗം. കർത്താവിന്റെ കയ്യിൽ സന്തോഷത്തോടെ അനുഭാവി പാടുന്ന മനോഹരമായ തന്റെ 9 വയസ്സുള്ള മകൻ മരിച്ചു കിടക്കുമ്പോൾ ആ മകനെ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ദുഃഖത്തിന്റെ പാഠഭാഗം കർത്താവിന്റെ കയ്യിൽ സന്തോഷത്തോടെ സ്നേഹമുള്ളവരെ, ഈ അടുത്ത് ഇന്ത്യയില് ദയാവധം അനുവദിച്ചിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ഹരീഷ് റാണ എന്ന ഒരു യുവാവിനെ ദയാവധത്തിനായി അനുവദിച്ചിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിന് ഒരിക്കലും ദയാവധത്തിന് നാം അനുവദിക്കുന്നില്ല. സഭയുടെ പ്രബോധനങ്ങളിൽ ഒരിക്കലും ദയാവധം നാം അംഗീകരിക്കുന്നില്ല. അതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നു പറയാവുന്ന ഒരു മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ജീവിതത്തില് സഹനങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള അർത്ഥമുണ്ട്. സഹനങ്ങള് ഇന്നുകൊണ്ട് തീരുന്നതല്ല, ആ സഹനങ്ങള് നമ്മുടെ ജീവിതത്തോടുകൂടി തീരുന്നതാണ് എന്നല്ല സഭ പഠിപ്പിക്കുന്നത്. മറിച്ച് ആ സഹനങ്ങൾക്കപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. ആ സഹനങ്ങള് മഹത്വത്തിന്റെ ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മെ ഒരുക്കുന്നതാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ ജീവിതത്തില് സഹനത്തിന് വലിയ അർത്ഥമുണ്ട്. നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ തീർച്ചയായിട്ടും ചെറുതായിട്ട് മാറാം. കുരിശിന്റെ വഴിയില് തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ഏറ്റുപറഞ്ഞ് കുരിശിൽ നോക്കിയപ്പോൾ ജീവിതത്തിൽ വലിയ മാനസാന്തരം വരാനായിട്ട് സാധിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശതാധിപൻ എന്ന മനുഷ്യൻ അത്ര നീതിമാനായ ഒരു മനുഷ്യനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് അവസാനം ഏറ്റുപറയുന്നുണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. അവിടെ ഒരു വലിയ വിശ്വാസ പ്രഘോഷണം നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നിക്കോദേമോസ് എന്ന വ്യക്തി കർത്താവിനെ രാത്രിയിൽ ഒളിച്ചും പാർത്തും കാണാനായിട്ട് ഇടയായത് അദ്ദേഹം അത്രയൊരു നല്ല വ്യക്തിയായതുകൊണ്ടല്ല. പക്ഷേ കർത്താവിന്റെ മരണത്തിന് ശേഷം കർത്താവിനെ കല്ലറയിൽ അടക്കുവാനായിട്ട് പരസ്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. കർത്താവിനോടൊപ്പം കുരിശിൽ കിടന്ന വലതുവശത്തെ കള്ളൻ തന്റെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് കാരുണ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് അവസാനം കർത്താവെ ഈ പരദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർമ്മമേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായി സ്വർഗവും കെട്ടെടുത്തതാണ്. സ്നേഹമുള്ളവരെ, ഇവരൊക്കെ കുരിശിലെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ വന്നുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുഭവിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവരാണ്. തീർച്ചയായിട്ടും കുരിശിൽ മരിക്കുന്ന കർത്താവിനെ കാണാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ആ കുരിശിൽ മരിക്കാനായിട്ട് എളുപ്പമില്ല. കുരിശുമരണം കാണാനായിട്ട് എത്തിച്ചേർന്നവരാണ് ശരിയോ. പക്ഷെ കുറെ ആളുകൾ അനുവദിച്ച് അദ്ദേഹത്തെ കുരിശ് ചുമക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തീർച്ചയായും വലിയ മാനസാന്തരങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കുരിശ് ചുമക്കാനായിട്ട് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവമായിരിക്കും നമ്മളെ ചുമക്കുക. If you carry the cross, Jesus will carry you. ഒരിക്കല് ഒരു ധനികനായ വ്യക്തി ക്രിസ്തുമതം സ്വീകരിക്കാനായിട്ട് കടന്നു വരികയായി. ഒരു പുരോഹിതന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ക്രിസ്തുമതം സ്വീകരിക്കണം. ആ പുരോഹിതൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കില്ല, കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാനായിട്ട് നിനക്ക് അവസരം ലഭിച്ചാൽ നീ എന്ത് ചെയ്യും? ആ ധനികൻ പറഞ്ഞു, ഞാൻ കുരിശിൽ നിന്ന് കർത്താവിനെ ഇറക്കി കർത്താവിനെ രക്ഷിക്കും. പടയാളികളിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകും.
പുരോഹിതൻ പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാകാനായിട്ട് യോഗ്യത. അദ്ദേഹം തിരിച്ചുപോയി. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും ഇതേ ചോദ്യം അദ്ദേഹത്തോട് പുരോഹിതൻ ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്താവിനെ കുരിശിൽ നിന്നിറങ്ങി കർത്താവിനെ ശുശ്രൂഷിക്കും. പുരോഹിതൻ പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാകാൻ യോഗ്യത. അദ്ദേഹം വീണ്ടും തിരിച്ചുപോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു. ഇതേ ചോദ്യം പുരോഹിതൻ അദ്ദേഹത്തോട് ആവർത്തിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി കുരിശിൽ മരിക്കാനായിട്ട് തയ്യാറാണ്. ഈ ദുഃഖവെള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുക, മരിച്ചുപോയ കർത്താവിനെ ഓർത്ത് ദുഃഖിക്കാനല്ല, മരിച്ചുപോയ കർത്താവിനെ ഓർത്ത് സഹതപിക്കാനല്ല, മരിച്ച് എനിക്കും നിനക്കും വേണ്ടി ക്രൂശിൽ മരിച്ച ആ കർത്താവിന്റെ അതേ പാത പിൻചെല്ലുവാനാണ്. നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ കുരിശുകളെടുത്ത് ആ കാൽവരിയിലേക്ക് കർത്താവിലേക്ക് നടന്നു നീങ്ങി ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കലാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളായ നാം എല്ലാവരും. ദുഃഖവെള്ളിയെ കുറിച്ച് പറഞ്ഞു പറയാറുള്ളത്, എല്ലാ വർഷവും ക്രിസ്ത്യാനികൾ ദുഃഖവെള്ളിയായി ആചരിക്കും. എല്ലാ വർഷവും അവർ കുരിശിന്റെ വഴിയിലും മറ്റു പ്രാർത്ഥനകളിലും പങ്കെടുത്ത് കർത്താവിന്റെ പീഡാസനത്തെ അനുസ്മരിക്കും, കർത്താവിന്റെ മരണത്തെ ഓർത്ത് ദുഃഖിക്കും, കർത്താവിന്റെ മരണത്തെ ഓർത്ത് സഹതപിക്കും. പക്ഷേ ഈ ദുഃഖവെള്ളിക്ക് ശേഷം അവര് തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്നു. വളരെ ദുഃഖവെള്ളിക്ക് ശേഷം നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാനല്ല കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ അനുദിനവും നമുക്ക് ലഭിക്കുന്ന കുരിശുകൾ എടുത്തുകൊണ്ട് അവിടുത്തെ പാത പിന്തുടരുകയാണ്. കർത്താവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവാലയത്തിൽ വെച്ച് ഈശോയെ കാണാതായ അവസരത്തില് കർത്താവ് മാതാപിതാക്കളോട് പറയുന്നത്, ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നവരാണ്. ആ പിതാവിന്റെ കാര്യങ്ങൾ എന്താണെന്നും പിതാവിന്റെ ഹിതം എന്താണെന്നും ഉറച്ച ബോധ്യമുണ്ടായിരുന്ന അതേ കർത്താവ് തന്നെയാണ് കുരിശിൽ മരിച്ചതിന് ശേഷം പറയുന്നത്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാം പൂർത്തിയായിരുന്ന ഉറച്ച ബോധ്യത്തോടുകൂടി കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവിന് അത് പറയാനായിട്ട് സാധിച്ചു. കാലൊരിക്കലും ദൈവത്തിന്റെ ഹിതത്തിനെതിരായി നടന്നിട്ടില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ദൈവഹിതത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച കർത്താവ് കുരിശിൽ ഏറ്റുപറയുമ്പോൾ അത് വലിയ ഒരു വെല്ലുവിളിയാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന നമുക്കും നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ, ക്രിസ്ത്യൻ ജീവിതം അവസാനിക്കുമ്പോൾ നമുക്കും ഇതുപോലെ കർത്താവിനെ പോലെ പറയാനായിട്ട് സാധിക്കുമ്പോൾ എല്ലാം പൂർത്തിയായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥകള് നാം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, പകുതി പൂർത്തിയായി, അല്ലെങ്കിൽ കാൽഭാഗം പൂർത്തിയായി, ഒരു ദൃശ്യത്തിൽ പൂർത്തിയായി. കർത്താവിനെ പോലെ എല്ലാം പൂർത്തിയായി എന്ന് പറയാനായിട്ടുള്ള ഒരു വലിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഓർമ്മിക്കാം. കുരിശിലേക്ക് നോക്കുമ്പോൾ, ആ കുരിശിന്റെ വഴിയിൽ നാം ധ്യാനിക്കുമ്പോൾ വലിയ സ്നേഹത്തിന്റെ വിപ്ലവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നോട് ചെയ്ത കർത്താവ് കുരിശില് സ്നേഹിതരായ നമുക്ക് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിച്ചതിനു ശേഷം അവിടെ ഒരു വലിയ സ്നേഹത്തിന്റെ വിപ്ലവം തീർക്കുകയായിരുന്നു. കുരിശിലെ നല്ല കളരെ നോക്കി, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പാപങ്ങൾ പുറത്ത് അവനെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ച് കർത്താവ് വലിയ കരുണയുടെ വിപ്ലവം തീർക്കുകയായിരുന്നു. തന്നെ കുരിശിലെത്തിയ ശത്രുക്കളെ നോക്കിക്കൊണ്ട് കർത്താവ് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെ വലിയ വിപ്ലവം തീർക്കുകയായിരുന്നു. എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ഇന്നും എന്നും സ്നേഹത്തിന്റെ വിപ്ലവം തീർക്കുവാനും കരുണയുടെ വിപ്ലവം തീർക്കുവാനും ക്ഷമയുടെ വിപ്ലവം തീർക്കുവാനും തയ്യാറാണ്. ആ ക്രൂശിന്റെ പിന്നാലെ നമ്മുടെ ജീവിതത്തിലെ കുരിശുപെടുത്ത് നാം അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള
ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നാം ക്രിസ്തുവിനെ അനുസ്മരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പീഡാസനത്തില് പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ ആ ദുഃഖത്തില് പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങള് നാം ക്രിസ്തുവിനോടുകൂടെ സമർപ്പിച്ച് ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ആശ്വാസം കണ്ടെത്തുവാനും നമ്മുടെ സഹനങ്ങള് മറ്റുള്ളവരുടെ നന്മയ്ക്കും അതുപോലെ നമ്മുടെ തന്നെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഓരോ വെള്ളിയാഴ്ച ആചരണവും നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥം നൽകുന്നതാണ്. ക്രിസ്തുവിനായ കർത്താവിന്റെ പീഡാസനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിനായ കർത്താവിന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെത്താനായിട്ട് ക്രിസ്തുവിനായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും കുരിശിലെ മരിച്ചുകൊണ്ട് നമുക്ക് രക്ഷ വാഗ്ദാനം ചെയ്ത ആ ക്രിസ്തുവിനായ കർത്താവിന്റെ കുരിശിനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.